ഫീലാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അടിപൊളിയാവട്ടെ. താങ്ക് യു. യെസ്. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഈ ഒരു മൊമെന്റിൽ ഏറ്റവും നല്ല ഉപദേശം കിട്ടാൻ സാധ്യതയുള്ളത് ബിനീഷ് ഏട്ടന്റെ അടുത്തുനിന്നായിരിക്കും. കാരണം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി മാറി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ഭർത്താവും കൂടെ അല്ലെ, ഭർത്താവിന്റെ ഒരു ടാഗ് ലൈനും കൂടെ അതെ നാളൊക്കെ വരുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ട അനുജിത്തിക്ക് ഒരു അഡ്വൈസ് കൊടുക്കണം. അപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാൻ? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എല്ലാവരും പറഞ്ഞു ശരിക്കും എൻ്റെ വീട്ടിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ അനിയത്തിയാണ്. കാരണം എടി ബോഡി എന്നൊക്കെ വിളിക്കാൻ ഏറ്റവും ഒന്നും പറയില്ല. മടി ബോഡി വാടി എന്നൊക്കെ ഉള്ളേ വിളിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ കല്യാണത്തിന്റെ കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല. സാധാരണ എല്ലാവർക്കും വൺ ടൈം ആയിട്ടേ നമുക്ക് വാട്സാപ്പിൽ ചെക്കൻ്റെ ഫോട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്ത് എനിക്ക് മാത്രം അയച്ചു തന്നില്ല. കാരണം അത്ര വിശ്വാസമൊന്നുമല്ല. അപ്പോ ഇന്നത്തെ ദിവസം അനുവിന്റെ പോലെ തന്നെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഈ ചെറുക്കൻ തമിഴ്നാട്ടുകാരനാണ് അല്ലേ? ഞാനും തമിഴ്നാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാടിനോട് ഒരു ബന്ധമുണ്ട് എനിക്ക്. വലിയ ബന്ധമാണ്. ഇപ്പൊ CM ഇല്ലേ വിജയ് സാറിനോട് നടിച്ചാറ് എന്താ തെരിപ്പണത്തില്. അപ്പൊ നമ്മള് നമ്പൻ വിജയ് സാർ ഫസ്റ്റ് നൈറ്റ് കൊളായി. ഇന്ന് ഫുൾ അതില് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും എവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാർ ഇനിയും വരാനുണ്ട്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്നോട് ഒരു ജോക്ക് അടിച്ചായിരുന്നു. ടീമിന് വരെയും ചെക്കൻ കിട്ടിയെന്ന്, പെണ്ണ് കിട്ടിയെന്ന്. ടീമിന് വരെ അതെന്താണ് ടീമിന് വരെ കിട്ടി. അപ്പൊ ഇവിടെ എപ്പോഴും ശ്രീവിദ്യയുടെ കല്യാണത്തിന് താലി കെട്ടണ സമയത്ത് ഭയങ്കര കരച്ചില്. എന്നോട് പറഞ്ഞ ടീമെ എന്റെ കല്യാണം എപ്പോഴാണ്, എന്റെ അല്ല ഡെബിക്കയുടെ കല്യാണം എപ്പോഴാണ്. അപ്പൊ നടക്കൂടി എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാണ് എന്ന് വന്നെത്തിക്കുന്നത്. ഭയങ്കര മാച്ചിങ് ആയിട്ടിരിക്കുന്നത് തമ്മില്. അടിപൊളി ലൈഫിൽ ഈ മാച്ചിങ് ഇങ്ങനെ പോട്ടാ. അപ്പൊ എല്ലാവരും എനിക്ക് പോലെ കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം. 4-5 മാസമായിട്ടുള്ള എനിക്കൊരു അഡ്വൈസ് പറയാനുള്ളതെങ്കിൽ പരസ്പരം അങ്ങാട്ടിങ്ങാട്ടൊക്കെ ക്ഷമിച്ചും ഇല്ല അങ്ങാട്ടിങ്ങാട്ടും സ്ഥാനം കൊടുക്കുക. ഒരാള് മറ്റാളെ ബഹുമാനിക്കുക, ഇയാള് മറ്റാളെ ബഹുമാനിക്കുക. അനു ഭർത്താവിനെ ഭുവനെ ബഹുമാനിക്കണം, ഭുവൻ അനുവിനെ ബഹുമാനിക്കണം. അങ്ങാട്ടിങ്ങാട്ടൊക്കെ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ക്ഷമയാണ് വേണ്ടത്. നല്ല ക്ഷമ വേണ്ടി വരുന്നുണ്ട് ടീമ് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് മുഴുവൻ. ഈ ഘോരം കുറെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണ് ബഹുമാനം എന്ന് അറിയോ എന്ന് ചോദിക്കൂ. അതൊക്കെ തമിഴില് ചൊല്ലൂ. തമിഴ് തെരിയും, കൊഞ്ചം തെരിയും. അത് ക്ഷമയുടെ തമിഴ് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങാട്ടിങ്ങാട്ടൊക്കെ ഒരു വിട്ടുവീഴ്ചയോടെ നമ്മൾ ലൈഫിൽ കൊണ്ടുപോയതെങ്കിൽ കൂട്ടുകാരെ പോലെ, ഒരു മകളെ പോലെ, ഒരു ഭാര്യയെ പോലെ നോക്കുക. അപ്പൊ അടിപൊളി. ഞങ്ങളുടെ കൊച്ചി ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അടിപൊളിയായിട്ട് നോക്കണം. കുട്ടി നന്നായിട്ട് നോക്കണം. താങ്ക് യു.